എന്റെ മൂന്നാമത്തെ കുട്ടി. ഈ കരഞ്ഞ എല്ലാവരും ഇപ്പൊ റാങ്ക് ലിസ്റ്റിലുണ്ട്. ഞാൻ പ്രത്യേക ക്ഷണിക്കാൻ വരിക, കരയ, ജോലി ഉറപ്പായിട്ട്. പക്ഷെ ഞാൻ എന്നും പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് ജോലി കിട്ടാനൊക്കെ ഒരു സമയമുണ്ട്. ആ സമയത്ത് നമ്മൾ ജോലി വേണം. അപ്പൊക്കെയും എന്റെ ഉള്ളിലുള്ള ഒരു വിഷമം എന്ന് പറയുന്നത്, അതെനിക്ക് നേരത്തെ ചെയ്യാമായിരുന്നു, എന്നോ വാങ്ങിക്കാമായിരുന്ന ഒരു ജോലി ഞാനായിട്ട് നീട്ടിക്കൊണ്ടുപോയി. അപ്പൊ ഞാനത് എന്റെ മുന്നിൽ വരുന്ന എല്ലാവരും കൂടെ പറഞ്ഞു, ഇപ്പോഴാണ് എനിക്ക് ജോലി കിട്ടാനുള്ള യഥാർത്ഥ സമയം. കാരണം നമ്മുടെ അച്ഛൻ, നമ്മുടെ അമ്മ, അവരൊക്കെ നമ്മളെ പ്രതീക്ഷയോടെ പഠിച്ചത്. നാട്ടിൽ ആദ്യം വേണം വിജയിച്ചവരുടെ കഥകൾ കേൾക്കാനേ. നമ്മൾ വിജയിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്ന രണ്ട് പേര് ഈ ഭൂമി മലയാളം ഓരോരുത്തരുടെ മനസ്സിൽ അവരുടേതായ ചില സ്വാർത്ഥതകൾ ഉണ്ടാവും. കൂടുതൽ പേർക്കുണ്ടല്ലോ ഒരാൾ നന്നായി കാണുന്ന ഇഷ്ടാവില്ല. അത് അങ്ങനെ തന്നെ നീ വെച്ച് കഴിഞ്ഞാൽ കോപ്പറേറ്റീവ് ബാങ്കും അതൊന്നും ഒരിക്കലും കിട്ടില്ല. അവിടെ നല്ല രാഷ്ട്രീയം. അതല്ലെങ്കിൽ പറയും, നീ ഇത്രയല്ലേ പഠിച്ചിട്ടുള്ളൂ, ആ കുട്ടികൾ അത്രയും പഠിച്ചു. നിങ്ങളുള്ളവരാണെങ്കിൽ അവരോട് പറയും, നിങ്ങൾ കുട്ടിയും കുടുംബമൊക്കെ ആയിട്ട് പഠിക്കാൻ, ആ പിള്ളേരുടെ ചെറിയ പിള്ളേരെ പഠിക്കുന്നു, അപ്പൊ അവർക്ക് കിട്ടും, നിങ്ങൾക്ക് കിട്ടും. എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, പണിയൊന്നുമില്ല, ഞാൻ വെറുതെ ഇരിക്കുകയാണെന്ന് പറയാൻ വഴി